യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു പട്ടിക്കോലമാണ്. കാരണം ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയാണ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഐ ജസ്റ്റ് പെയർ വിത്ത് എ വൈറ്റ് പാൻറ്, ഇതിനെന്താ പറയുക, എന്തോ ഒരു പാൻറ്. ആൻഡ് ഈ ഷർട്ട് എൻ്റെതല്ല, ഋതുവിൻ്റെതാണ്. എന്താണെന്നറിയില്ല, അവളെ ഷർട്ട് അവൾ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് ഗൈസ്. അത് സിബ്ലിങ്സ് ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ദാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി മേക്കപ്പ് ചെയ്യണം. അപ്പം അതിന് മുന്നേ ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാമെന്ന്. ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. അത് ഞാൻ ക്യാമറ തിരിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അഫ്രൻ്റെ വീട്ടിലേക്കാണ്. സംഭവം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, അഫ്ര ഇസ് ഗോയിങ് ടു അബ്രോഡ്. അഫ്രയും ഫാരിയും എല്ലാവരും കൂടി അബ്രോഡ് പോവുക. കാരണം അവളുടെ ഫാമിലിക്ക് ഇപ്പം അബ്രോഡാണ് സെറ്റിൽ. സോ അവർ കുറച്ച് ദിവസം അവിടെയൊക്കെ നിൽക്കാനൊക്കെ പോവാണ്. സോ ഇനി അഫ്രേനെ കുറേ കഴിഞ്ഞിട്ടല്ലേ കാണും. അപ്പം ഞാൻ വിചാരിച്ചു അഫ്രേൻ്റെ ഫാരിൻ്റെ വീട്ടിലേക്ക് പോവാം. ഇന്ന് അവിടെ എല്ലാവരും ഉണ്ട്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ആൻഡ് നാളെ രാവിലെ 6 o'clock ഫ്ലൈറ്റ്. സോ ഞാൻ വിചാരിച്ചു അവിടെ പോയി കാണാം, സംസാരിക്കാം. കാരണം ഇനി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. അപ്പം അപ്പോൾ അവളിങ്ങനെ വിളിച്ചിട്ട് വന്നാൽ നീ വീട്ടിലേക്ക് വരുമോ? ഞാൻ പറഞ്ഞ ലെറ്റ്സ് സീ, അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോവാം, കാരണം എനിക്ക് കുറേ കഴിഞ്ഞിട്ടല്ലേ ഫ്രണ്ട് കാണുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മേക്കപ്പ് ഇടാം അല്ലേ, എന്തായാലും ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആവാൻ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കുറേ ആയി എൻ്റെ മേക്കപ്പ് ഒക്കെ കാണുന്നല്ലേ ഗൈസ്, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ കണ്ടോ. ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ സിറം അപ്ലൈ ചെയ്യുന്നു. ഐ ലവ് ദിസ് സിറം ഗൈസ്. ആണ് പണിയായുധങ്ങൾ എടുക്കേണ്ടത് മേക്കപ്പിൻ്റെ. ഈ സൺസ്ക്രീൻ്റെ സ്മെൽ ഇസ് ലൈക്ക് എനിക്ക് കഴിക്കാൻ തോന്നും ഗൈസ്. നല്ല അടിപൊളി സ്മെല്ലാണ്. ഞാൻ ഇനിയൊന്നും നിങ്ങൾക്ക് പറയുന്നില്ല, പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. സോ സത്യം പറഞ്ഞാൽ മോയ്സ്ചറൈസർ ഇട്ട് കഴിയുന്ന സൺസ്ക്രീൻ ഉണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ അങ്ങ് വേഗം ഫാസ്റ്റിൽ തിരക്കിൽ മാറിപ്പോയി. മെബിലിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് 13 എന്ന ഷെയ്ഡാണ് മെബിലിൻ്റെ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴല്ലേ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നത്. ആക്ച്വലി എനിക്കൊരു കോള് വന്നു അതിൻ്റെ ഇടയിൽ, അതാട്ടോ. ആ കോൾ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല, കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോളാണ്, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. സോ ഇവിടെ മഴ പെയ്തു. ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് കുട്ടിയെടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. Congratulations and celebrations. Again ഒരു കോള് വന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് എന്താ അത്രയും കോള് വരുന്നത്? ഈ കോൾ അമ്മയാ വിളിച്ചത് താഴേന്ന് ഗൈസ്. മഴയാണ്, ഇനി എങ്ങനാ പോവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കാർ എടുക്കാം, ഞാൻ വണ്ടി എടുക്കാം. അപ്പൊ അമ്മ നോ, വണ്ടി നീ കൈ കൊണ്ട് തൊടൂല. വൈ? ബിക്കോസ് നിനക്ക് ലൈസൻസ് കൈ കിട്ടിയിട്ടില്ല കൊച്ചേ, അതുകൊണ്ട് നീ വണ്ടി കൈ കൊണ്ട് തൊടണ്ട. ഇതിപ്പോ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ പറയും ലെറ്റ്സ് ഗോ എന്ന്. പക്ഷെ മമ്മി ആൻഡ് ഡാഡി കുറച്ച് സ്ട്രിക്റ്റ് ആണ്.
അവർ പറയാ ലൈസൻസ് ഇല്ലാതെ നീ വണ്ടി ഓടിക്കരുത്. ലൈസൻസ് ഉണ്ട്, എനിക്ക് ഓൾറെഡി ലേണേഴ്സ് കിട്ടി. എനിക്ക് ബൈക്കിന്റെ ലൈസൻസ് ഉണ്ട്, കാറിൻ്റെത് എനിക്ക് ഓൾറെഡി ലേണേഴ്സ് കിട്ടി, ലൈസൻസും കിട്ടി, പാസ്ഡ് ആണ്. പക്ഷെ കയ്യിലെത്തിയിട്ടില്ല, അതാണ് ഒരു പ്രശ്നം. കയ്യിലെത്തിയിട്ട് ഓടിച്ചാൽ മതി എന്നാണ് തമ്പുരാട്ടീൻ്റെ ആജ്ഞ, എന്താണ് പറയാ ആ സംഭവം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു ഇനി വേ മാറ്റിക്കോ, ലെറ്റ്സ് ഗോ, എങ്ങനെയാണെങ്കിലും നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത്രയും കുട്ടി മതിയായിരിക്കുമല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് പുട്ടി അടിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഒടുക്കത്തെ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് വാവ് വണ്ടർഫുൾ, കുഴപ്പമില്ല, നീ പെയിന്റ് അടിച്ച് തീരുമാനം പറയാം. അങ്ങനെയൊന്നുമില്ല നമുക്ക്. അപ്പം ഇനി നമുക്ക് ലിപ് ലൈനർ രണ്ട് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ഉണ്ട്. ഇതിൽ ഏതിടണം? കുറച്ചുകൂടി മാച്ച് എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് ഇതിനെക്കാട്ടും. ഇത് മെബിലിൻ്റെ 70 എന്ന് പറഞ്ഞ ഷെയ്ഡാ ഗൈസ്. ദിസ് ഇസ് ലൈക്ക് സൂപ്പർ. എന്നോട് പലരും ചോദിക്കലുണ്ട് മറ്റേ ഇത് നോർമൽ ഡേ യൂസ് ചെയ്യുന്ന, ഇതാണ് ഞാൻ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യല്. അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ദിസ് ഇസ് ലൈക്ക് ഗുഡ് ഷെയ്ഡ്. ഇത് മെബിലിൻ്റെ തന്നെയാണ്, ആമസോണിയൻ ലിപ് കളറാണ് ഇതിൻ്റെ പേര്, ഷെയ്ഡിൻ്റെ പേര് 70. സോ ഇത് ആഴ്ചക്കാർ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്തു, അടിപൊളിയാണ്. ആൻഡ് അത് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ, ഇട്ടാലേ കൊന്നാ പോവില്ല. നമ്മൾ എത്ര ഫുഡ് കഴിച്ച് വെള്ളം കുടിച്ചാലും ഒന്നും പോവില്ല. അതൊരു വലിയ ഗുഡ് പാർട്ടാ. ഗൈസ്, നിങ്ങൾക്ക് എനിക്ക് കുറേ എക്സൈറ്റിംഗ് വ്ളോഗ്സ് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതല്ല, ഇനിയാണ് വ്ളോഗ്സ് ഒക്കെ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ വരാൻ പോകുന്നത്. വെയിറ്റ് ഫോർ ഇറ്റ്, ഓക്കെ? അപ്പം ഞാൻ ഇനി ഹെയർ സെറ്റ് ആക്കിയിട്ട് തരാം, ഓക്കെ? അപ്പം ഗൈസ്, ഈ ഫോൺ എന്തോ കളിക്കുന്നു. അപ്പം ഹെയർ എങ്ങനെയാ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല. കെട്ടണോ അല്ലെങ്കിൽ ഡിഡ് ഐ വോണ്ട് ടു വെയർ സം ബ്ലഷ്? വേണേ കുറച്ച് ഇടാം അല്ലേ? കണ്ണനേ കണ്ട ഭയങ്കര നമ്മൾ ഓവറാക്കി എല്ലാവർക്കും മനസ്സിലാവണം. മേക്കപ്പ് ചെയ്ത് എല്ലാം മനസ്സിലാവും. നിങ്ങളുടെ ആദ്യത്തെ കോലം കണ്ട് വലിയ കാര്യം നോട്ട് ഭയങ്കരതൊന്നുമില്ല. ബട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ചിടാം, ഹെയർ ടൈ ചെയ്യണം. This is so good, by the way. ഇത് സ്മെല്ല് ചെയ്യാനൊന്നും എന്തൊരു രസമാണ് അറിയാം. ഉള്ളതെല്ലാം പെട്ടിട്ടേക്കട്ടെ, ഇങ്ങനെ വലിച്ചു വരട്ടാം. വെൻ മൈ മമ്മി എൻറ്റേഴ്സ് ടു മൈ റൂം ഷീ വിൽ ബി ലൈക്ക് വാട്ട് ദ ഹെൽ, എന്താ നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കും. നേരം പുറത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിക്കുന്നു ദിസ് വിൽ ബി ഗ്രേറ്റ്. ഇങ്ങനെ പോവാം അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ഒരു പട്ടിഷോക്ക് കാരണം എൻ്റെ അമ്മയും കൂടി വരുന്നുണ്ട്. യെസ്, ഞാൻ പറഞ്ഞിട്ടേ ഇതെങ്ങനെ ഉണ്ടോ നിങ്ങൾ ലുക്ക് ഒന്ന്, നിങ്ങൾ ഈ ലുക്ക് എന്നൊന്ന് പറയും. ഇതെങ്ങനെയുണ്ട്? ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റും. కొంచెం ఓవర్ అయిపోతుంది గైస్. ఇన్నైతే లుక్ ఇదాണ്.
ഐ ലുക്ക് ലൈക്ക് കൂൾ. എനിക്ക് കൂളായി നടക്കാനാണ് ഇഷ്ടം ഇപ്പം. അപ്പം കൂളായിട്ട് തന്നെ നിൽക്കട്ടെ. രസല്ലേ? അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, മേക്കപ്പ് എല്ലാം നിങ്ങൾ കണ്ടില്ലേ? നൈസ് അല്ലേ? ഇനി വാ പോവാം. അമ്മ അല്ലെങ്കിൽ അവിടുന്ന് ചീത്ത പറയും ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഫ്രണ്ട് വീട്ടിലെത്തി. അവിടെ ഫാരീൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ച് വൈബാക്കാണ് അവിടെ. അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഹായ് പറ ഫാരി, ഒരു ഹായ് പറഞ്ഞാള്. ഫാരിന്റെ മുഖം സൂര്യൻ വിളിച്ച പോലെ ഉണ്ടല്ലേ. പോകുന്നയച്ച ടീമേ എന്താ വൃത്തിയൊന്നും വേണ്ട അഫ്ര. അപ്പൊ ഗൈസ് അഫ്ര ഇപ്പൊ ഭയങ്കര വീട്ടമ്മയാണ്, കുക്കൊക്കെ ചെയ്യും. കണ്ടപ്പോ വത്തക്ക വെള്ളമൊക്കെ ആരോ അടിച്ചു വെച്ച വത്തക്ക വെള്ളം എടുത്ത് കൊടുക്കുന്നു. അയ്യോ വെറുതെ അത്ര ടേസ്റ്റ് ഗൈസ്. എന്താ ചെയ്യാ, വീട്ടമ്മയായിപ്പോയി. കല്യാണം കഴിഞ്ഞാൽ എല്ലാരും മനസ്സിലാക്കിക്കോളൊരു വീട്ടമ്മയായിപ്പോയി. അപ്പുറം കൂടാ എവിടെ എവിടെ ഗൈസ് അഫ്ര പോവാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമുള്ള, എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. മന്തി പത്തിരി മറ്റേ ആ ഒരു സാധനം, പിന്നെ എന്തെങ്കിലും ചിക്കൻ സ്റ്റൂ പൊരിച്ചത് എല്ലാം ഉള്ളത് കൊണ്ട് വയറ് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് നല്ലോണം കഴിച്ച് സമയത്ത് കേറി വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല എന്താ ഗൈസ് പറയുന്നത്. കാണാൻ വന്നത് തന്നെ പോവല്ലേ, ഒന്നും കൊണ്ടുവരൂലോ ഗൈസ്. എന്താ ഇവിടെ ആകെ 15 ദിവസത്തേക്ക് ഗൈസ്. നിങ്ങൾ വിചാരിക്കും 2 കൊല്ലത്തേക്ക് ഗൈസ്. ഞാൻ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? ഇവിടെ 15 ദിവസത്തേക്കാ പോകുന്നത്. 15 ദിവസമാണ് കൊണ്ടുവന്നു. അനക്കിപ്പൊ ഞാൻ അച്ചാർ ഉണ്ടാക്കി തരണം വിചാരിച്ചാല് ഓൾറെഡി വേണ്ട. അവള് 15 ദിവസം കഴിഞ്ഞാല് ഓളും കൂടെ എത്തും. പിന്നെ ഇവിടെ ചോറുന്നാൻ പോകുന്നില്ല, കാരണം നോമ്പാണ്. എനിക്കൊരു ഡ്രസ്സ് എടുത്താൽ മതി. ഡ്രസ്സ് അഫ്ര ഉംറക്കൊക്കെ പോവാൻ പോവാണ്. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കൊരു ചെക്കനെ കിട്ടാൻ നല്ല നല്ല ഹാൻസം. പറയില്ല ചെക്കൻ നമ്മള് വെറുതെ എന്തിനു പെടുത്തണേ, അങ്ങനെ പറയരുത് ഗൈസ്. നിങ്ങളെല്ലാരും പറ അഫ്രയോട്. അഫ്ര ഈ ഇല്ലേ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പച്ചക്ക് സിംഗിളായി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് വിഷമമില്ലേ? ഇവക്ക് ഒരു ഫാമിലി ഫാമിലി ഇല്ല ഗൈസ്. അപ്പം ഈ ഒരു നല്ല ഹാൻസം സുന്ദരനെ ഒരു നല്ല ഹിന്ദു ചെക്കൻ അമ്പലത്തിലൊക്കെ നല്ലൊരു ചെക്കനെ പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ഫ്യൂച്ചർ ബുദ്ധിയും പഠിത്തവും പണിക്കൊക്കെ പ്രാർത്ഥിക്കണം ഗൈസ്. എന്താ ചെയ്യാം. പിന്നെ പോകുന്നതായിട്ട് നാളെ 6 മണിക്ക് അല്ലേ, രാവിലെ 6 മണിക്കല്ലേ ഫ്ലൈറ്റ്. ഗൈസ് അഫ്രയുടെ മുഖം നോക്ക് മേക്കപ്പ് ഒന്നുമില്ല, നാച്ചുറലാണ്. നാച്ചുറലി ഇവക്ക് വെളുപ്പുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ നാച്ചുറൽ ആരുണ്ട്? ആരുമില്ല ഗൈസ്. പക്ഷേ ഇവിടെ കല്യാണത്തിനൊന്നും ഞാൻ വ്ളോഗ് എടുത്തില്ല. അല്ലേ അതൊക്കെ എടുക്കേ നമുക്ക് എന്ത് ചെയ്യാൻ. അതിന്റെ മുന്നേ കിട്ടിപ്പോയി. എന്താ ചെയ്യാൻ. ഞാൻ യൂട്യൂബ് ചാനല് തുടങ്ങി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാ പോയി. അപ്പൊ ഗൈസ് വേറൊരു സംഭവം എന്താ വെച്ചാല്, അത് ഇല്ലേ വേറൊരു സംഭവം എന്താ വെച്ചാല്, ഇവരെ കണ്ടുമുട്ടൽ മുതൽ കല്യാണം മുതൽ എല്ലാ പരിപാടിക്കും ഞാനുണ്ട് ഗൈസ്. ഞാൻ എല്ലാ പരിപാടിക്കും മോശമാണ്. അതാണ് ഇവളുള്ളത് കൊണ്ട് മോശമാണ്. അഫ്ര അങ്ങ് നിന്ന് അപമാനിക്കാണ് ഗൈസ്. പോകുന്നതിന്റെ അഹങ്കാരായിരിക്കും. പക്ഷേ നമ്മൾ പറയണല്ലോ എന്താ ചെയ്യാനാ, തുടക്കം മുതൽ ഇതുവരെ ഉണ്ട്. അപ്പൊ എന്റെ കല്യാണത്തിനും കണ്ടു ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ഫാരിനോട് പറയണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ പറയരുത് ഗൈസ്. ഫാരി ഇങ്ങോട്ടാ. ഹായ് പരി. ഞാനൊരു കാര്യം പറയട്ടെ, ഉമ്രക്ക് പോവല്ലേ? അപ്പൊ എന്തായാലും എനിക്കൊരു നല്ല ചെക്കനെ കിട്ടാൻ കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവര് പോകുന്നതായി അനുബന്ധിച്ച് നിങ്ങളൊരു ഹായ് പറയും.
പേരെന്താ പറഞ്ഞു? എന്ത് ബിസിനസ് വലിയ ബിസിനസ്സും ചെറിയ ബിസിനസ്സൊക്കെ കണക്കല്ലേ ഗൈസ്. അത് ഫാരിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, കളി കൂട്ടുകാരൻ. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ പറഞ്ഞു ക്യാമറ ആണ് ഓടി പോകുന്നത് ഗൈസ്. എന്താക്കാനോ ക്യാമറ അലർജിയാ? ഇത് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ പൊന്തിക്കൂ? എല്ലാം ഈ മനുഷ്യന്റെ കയ്യിൽ. ട്രോളി ബാഗ് ഉണ്ടാക്കണോ? വിഷ് യു ഹാപ്പി ജേണി. ആ ഫാരിനോട് വിഷ് യു ഹാപ്പി ജേണി. ഇതേപോലെ തന്നെ തിരിച്ചു വരണം. സൗദിയിലെ സ്പെഷ്യൽ അറബിക് ഫുഡൊക്കെ ആയിട്ട് അവിടുത്തെ മന്തി അടിപൊളിയാ. ഞങ്ങള് ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇപ്പൊ സമയം ഒരു 10:30. നല്ല വൈബ് ആയിരുന്നു അവിടെ പോയപ്പം. അഫ്രന്റെ മീൻസ് ഫാരിന്റെ ഫ്രണ്ടും മൂപ്പര വൈഫും ഉണ്ടായിരുന്നു. ഓരൊക്കെ കമ്പനിയായി വൈബായി. നൈസ് ചെയ്യണം ഗൈസ്, എല്ലാം അടിപൊളിയായിരുന്നു. മാഷാ അല്ലാ, എല്ലാം അടിപൊളിയായി നടക്കട്ടെ. ഓരോ ജേണിയൊക്കെ അടിപൊളി ആവട്ടെ, ഒക്കെ റെഡിയായി വരട്ടെ. അങ്ങനെ ഒരു ഉമ്രക്കും ഒക്കെ പോകുന്നുണ്ട്. എല്ലാത്തിനും കൂടിയാണ് പോകുന്നത് ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അവിടെ പെട്ടി പാക്കിങ്ങും ഇതൊക്കെ ആയിട്ടൊക്കെ തിരക്കിലായിപ്പോയി. പിന്നെ അധികം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ till then stay tuned for my next vlog. Ta-da!